ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും HSA ഇംഗ്ലീഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ ടോപ്പിക്ക് പഠിക്കാം. എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. നിങ്ങൾക്ക് പരിചയമുള്ള ടോപ്പിക്കാണ്. ജോൺ ഡണ്ണിൻ്റെ മെറ്റാഫിസിക്കൽ പോയറ്റായിട്ടുള്ള ജോൺ ഡണ്ണിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പോയമാണിത്. നമുക്ക് പഠിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു പോം പിന്നെ നോക്കുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. എങ്കിലും ഏറെക്കുറെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ അപ്ലൈഡ് ദ ടേം മെറ്റാഫിസിക്കൽ ടു ഡൺ? ആൻസർ ഡ്രൈഡൺ. ഒരിക്കൽ കൂടി നോക്കാം. ഹൂ അപ്ലൈഡ് ദ ടേം മെറ്റാഫിസിക്കൽ ടു ഡൺ? ഡ്രൈഡൺ. ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ തന്നെ മനസ്സിലൊന്ന് ഉറപ്പിക്കുക. ഹൂ അപ്ലൈഡ് ദ ടേം മെറ്റാഫിസിക്കൽ ടു ഡൺ? ആൻസർ ഡ്രൈഡൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഡൺസ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് ഫ്രം ദ ഗ്രേറ്റ് എലിസബത്തൻസ് ആർ? Dunn's distinguishing features from the great Elizabethans are the prevailing character of his conceits and his metaphysical wit. Question ഒന്നും കൂടെ. Dunn's distinguishing features from the great Elizabethans are the prevailing character of his conceits and his metaphysical wit. ഇതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഇങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം: ഏത് പീരിയഡിലായിരുന്നു ഡൺ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എപ്പോഴായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആൻസർ എലിസബത്തൻ പീരിയഡ്. അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് 2 ക്വസ്റ്റ്യനാണ് കിട്ടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ കളക്ഷൻ സോങ്സ് ആൻഡ് സോണറ്റ്സ്. Question: A valediction forbidding mourning was published in the collection. എന്താണ് ആൻസർ? Songs and Sonnets. Fourth question: In which year a valediction forbidding mourning was written? In which year a valediction forbidding mourning was written? Answer: 1611, on the eve of poet's departure to France. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത്. ആൻസർ ഇതാണ്: 1611, ഓൺ ദി ഈവ് ഓഫ് പോയറ്റ്സ് ഡിപ്പാർച്ചർ ടു ഫ്രാൻസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വിത്ത് ഹൂം ദ പോയറ്റ് ഡിപ്പാർട്ടഡ് ടു ഫ്രാൻസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. വിത്ത് ഹൂം ദ പോയറ്റ് ഡിപ്പാർട്ടഡ് ടു ഫ്രാൻസ്? ആൻസർ: സർ റോബർട്ട് ഡ്യൂറി. ക്വസ്റ്റ്യൻ ഇതാണ്: വിത്ത് ഹൂം the poet departed to France? Answer: Sir Robert Drury. Sixth question: who extended the use of the term metaphysical in the 18th century? Question ഒന്നും കൂടെ പറയാം. Who extended the use of the term metaphysical in the 18th century? Answer: Samuel Johnson. ഒരിക്കൽ കൂടി നോക്കാം. ഹൂ എക്സ്റ്റെൻഡഡ് ദ യൂസ് ഓഫ് ദ ടേം മെറ്റാഫിസിക്കൽ ഇൻ ദി 18th century? ആൻസർ: സാമുവൽ ജോൺസൺ. സെവൻത് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോം? ആൻസർ: ദ പോം ഡെപിക്ട്സ് ദ യൂണിയൻ ഓഫ് ട്രൂ ലവേഴ്സ് ഈവൻ വെൻ ദേ ആർ ഫിസിക്കലി സെപ്പറേറ്റഡ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോം? ആൻസർ: ദ പോം ഡെപിക്ട്സ് ദ യൂണിയൻ ഓഫ് ട്രൂ ലവേഴ്സ് ഈവൻ വെൻ ദേ ആർ ഫിസിക്കലി സെപ്പറേറ്റഡ്. എയ്ത്ത് ക്വസ്റ്റ്യൻ: ഹൂ ഈസ് ദി ഓതർ ഓഫ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്? എന്താണ് ക്വസ്റ്റ്യൻ? ഹൂ ഈസ് ദി ഓതർ ഓഫ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്? ആൻസർ: T.S. Eliot. ഒരിക്കൽ കൂടി നോക്കാം. ഹൂ ഈസ് ദി ഓതർ ഓഫ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്? ആൻസർ എന്താ? T.S. Eliot. നയൻത്ത് വൺ: വാട്ട് ഡസ് ഡൺ ആസ്ക് ഹെർ ബിലവഡ് ടു ഡു? എന്താണ്? വാട്ട് ഡസ് ഡൺ ആസ്ക് ഹെർ ബിലവഡ്
to do. ആൻസർ എന്താ? Not to vulgarize their laugh through an exhibition of grief, and not to raise floods and tempests through her tears and sighs. ഒരിക്കൽ കൂടി നോക്കാം. What does Dun ask her beloved to do? Answer: not to vulgarize their laugh through an exhibition of grief, and not to raise floods and tempests through her tears and sighs. 10th one. The rhyme scheme of the poem is dash. The rhyme scheme of the poem is dash. Answer: AB AB. അതിൻ്റെ മീറ്റർ വരുന്നത് അയാംബിക് ടെട്രാമീറ്റർ. ഒരു കാര്യം കൂടി നോക്കാം. 9 4-line stanzas, that means 36 lines ആണ് ആ പോയത്തിൽ വരുന്നത്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി നോക്കാം. ദ റൈം സ്കീം ഓഫ് ദ പോം ഈസ് ഡാഷ്. എന്താണ് ആൻസർ? AB in iambic tetrameter, 9 4-line stanzas. Next question. Tear floods and sigh tempests are dash in the poem. Answer: hyperboles. Tear floods and sigh tempests are dash in the poem. Answer: hyperboles. നമ്മൾ മുൻപ് ഇങ്ങനൊരു ലൈൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുക. ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡൺ റോട്ട് ദ പോം എ വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ഫോർ ഹൂം? ആർക്ക് വേണ്ടി എഴുതിയ? ഹിസ് വൈഫ് ആനി. ഒന്നുകൂടി നോക്കാം. ഡൺ റോട്ട് ദ പോം എ വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ഫോർ ഹൂം? ആൻസർ: ഹിസ് വൈഫ് ആനി. 13ാമത്തെ ക്വസ്റ്റ്യൻ. Thy firmness makes my circle just, and makes me and were I begun. Identify the poem. ഇങ്ങനെ തരും. കാരണം ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ലൈൻസ് വരുന്നുണ്ട്. അതിൽ നിന്ന് ഇതേപോലെ കുറച്ച് ലൈൻസ് എടുത്തിട്ട് 1-2 ലൈൻ തന്നുകൊണ്ട് നമ്മളോട് ചോദിക്കും ഏത് പോം എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കി വയ്ക്കുക. ബാക്കിയുള്ള ലൈൻസ് നിങ്ങൾ നോക്കുക. Thy firmness make my circle just, and makes me and were I begun. Identify the poem. ഏതാണ്? ഇങ്ങനെ ചോദിച്ച കാരണം നമുക്കറിയാം ആൻസർ എന്തായിരിക്കുള്ളൂ? എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. പക്ഷെ നമ്മൾ ഒന്ന് നന്നായിട്ട് നോക്കുക. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദേ beat you, they are two, so as stiff twin compasses are two. If they beat you, they are two, so as stiff twin compasses are two. The conceit which the poet used here is the image of compass. ഒരു കോമ്പസ് ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണ്, ശ്രദ്ധിക്കുക. 15ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഓഫ് സം അതർ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. നമ്മൾ മെറ്റാഫിസിക്കൽ പോയറ്റ് നോക്കുമ്പോൾ ഡണ്ണിനെ മാത്രം ഓർക്കും, പക്ഷേ ഇതും കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ലിസ്റ്റ് ഓഫ് സം അതർ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആർ ആരൊക്കെയാ? എബ്രഹാം കോലി, ജോർജ് ഹെർബർട്ട് ആൻഡ് ഹെൻറി വോൺ. എബ്രഹാം കോലി, ജോർജ് ഹെർബർട്ട് ആൻഡ് ഹെൻറി വോൺ. അപ്പോൾ ഈ തന്നിട്ടുള്ള 15 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. കാരണം ഒത്തിരി തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.